എടാ മക്കളെ, ഇന്ന് ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ എന്നോടൊപ്പം പറയണേ. ജി എസ് കെ. എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കിയാൽ 3 അക്ഷരങ്ങള് ജി എസ് കെ. ഓക്കെ, അതിനോടൊപ്പം ഞാനൊരു വാക്കുകൂടി ചേർക്കുകയാണ്. ജി എസ് കെ തകഴി. അപ്പൊ എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കിയേ. ജി എസ് കെ തകഴി. ഓക്കെ, അത് പഠിച്ചല്ലോ. ഇനി 2 അക്ഷരം കൂടി ചേർത്താൽ എന്താ നോക്കാം. ജി എസ് കെ തകഴി എം ടി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ജി എസ് കെ തകഴി എം ടി. ഇനി 3 അക്ഷരം കൂടി ചേർക്കാം. ജി എസ് കെ തകഴി എം ടി ഒ എൻ ടി. അതിനോടൊപ്പം ഒരു വാക്ക് കൂടി ചേർക്കാം, അക്കിത്തം. അപ്പൊ നമുക്ക് കിട്ടിയ വാക്ക് ഒരു വലിയ വാക്യം. ജി എസ് കെ തകഴി എം ടി ഒ എൻ വി അക്കിത്തം. ഇനി കൂട്ടുകാര് ഒന്ന് കണ്ണടച്ചിട്ട് അതൊന്ന് പറഞ്ഞു നോക്കിയേ. ജി എസ് കെ തകഴി എം ടി ഒ എൻ വി അക്കിത്തം. ഇനി എല്ലാവരും ഒന്ന് എഴുതി നോക്കിയേ. ജി എസ് കെ തകഴി എം ടി ഒ എൻ വി അക്കിത്തം. ആ വാക്യം എല്ലാവരും പഠിച്ചില്ലേ? ഒന്ന് മനസ്സിൽ പറഞ്ഞു നോക്കിയേ. ജി എസ് കെ തകഴി എം ടി ഒ എൻ വി അക്കിത്തം. കൂട്ടുകാരെ, നിങ്ങൾ വലിയൊരു കാര്യം പഠിച്ചു. ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയ മലയാളികളാണ് നിങ്ങൾ പറഞ്ഞ ഈ വാക്യം. നിങ്ങൾ എഴുതിയ ഈ വാക്യത്തിലുള്ളത് ജി എന്ന് പറഞ്ഞാൽ ജി ശങ്കരക്കുറുപ്പ്, ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വ്യക്തി. അദ്ദേഹത്തിന് ഓടക്കുഴൽ എന്ന കവിതാ സമാഹാരത്തിലാണ് കിട്ടിയത്. എസ് കെ എന്ന് പറഞ്ഞാൽ ജി എസ് കെ. എസ് കെ ആരാണ്? എസ് കെ പൊറ്റക്കാട്, സഞ്ചാര സാഹിത്യകാരൻ. അദ്ദേഹത്തിന് കിട്ടിയത് ഒരു ദേശത്തിന്റെ കഥ എന്ന അദ്ദേഹത്തിന്റെ കൃതിക്കാണ്. പിന്നെ തകഴി, ജി എസ് കെ തകഴി. തകഴി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കറുത്തമ്മയും പരീക്കുട്ടിയും ചെമ്മീനും ഒക്കെ നമുക്ക് തന്ന എഴുത്തുകാരൻ, ആലപ്പുഴയുടെ എഴുത്തുകാരൻ. അദ്ദേഹത്തിന് കയർ എന്ന കൃതിക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയത്. പിന്നെ എം ടി. എം ടിയെ നമുക്കറിയില്ലേ? എത്ര സിനിമയാണ് അദ്ദേഹം നമുക്ക് സംഭാവന ചെയ്തത്. എം ടി കഴിഞ്ഞാൽ ആരാണ്? ഒ എൻ വി ഇല്ലേ? ഒ എൻ വിയെ നമുക്കറിയാം. മലയാളികളെ മാസ്മരിക ലോകത്തിലേക്ക് എത്തിച്ച നിരവധി കവിതകളും നാടകഗാനങ്ങളും സിനിമാ ഗാനങ്ങളും എഴുതിയ മലയാളത്തിന്റെ എക്കാലത്തെയും കവികളിൽ ഒരാളാണ് ഒ എൻ വി. പിന്നെ ആരാണ്? അക്കിത്തം. അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഇങ്ങനെ മലയാളികൾ നമുക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നൊരു വാക്യമാണ് ഇന്ന് പരിചയപ്പെടുത്തിയത്. ജി എസ് കെ തകഴി എം ടി ഒ എൻ ടി. ഇനി അതോടൊപ്പം ഞാനൊരു സംഖ്യ കൂടി പറയാം. 65. കൂട്ടുകാർ പറഞ്ഞ് 65 80 84. ഒന്നുകൂടി പറഞ്ഞ് 65 80 84. കിട്ടിയില്ലേ? 65 80 84 95. അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി? 65 80 84 95. 2007 19. ഒന്ന് എഴുതി നോക്കിയേ. 65 80 84 95. 2007 19. ഈ വാക്യം കൂടി പഠിച്ചാൽ, ഈ അക്കങ്ങൾ കൂടി പഠിച്ചാൽ നമുക്ക് പരീക്ഷയ്ക്ക്, മത്സര പരീക്ഷകൾക്ക് വരുന്ന 2 ഉത്തരങ്ങൾ കിട്ടും. 65 എന്ന് പറഞ്ഞാൽ 1965 ആദ്യത്തെ ജ്ഞാനപീഠം ജി. അപ്പൊ 65 കഴിഞ്ഞാൽ 80. 80 രണ്ടാമത്തത് എസ് കെ. 80 കഴിഞ്ഞാൽ 84. 1984 ഇന്ദിരാഗാന്ധിയെ കൊന്നത്. 1984 രാകേഷ് ശർമ്മ ബഹിരാകാശത്തേക്ക് പോയത്. 1984 മിക്ക് ഭോപ്പാൽ ദുരന്തം നടന്നത്. 84 അങ്ങനെ എന്തൊക്കെ പ്രത്യേകതകളുണ്ടെന്നറിയോ? അപ്പോ 84 തകഴി, 95 എം ടി, 2007 ഒ എൻ ടി, 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക്. ഓക്കെ, കുറെ ഉത്തരങ്ങൾ കിട്ടിയില്ലേ? എല്ലാ കൂട്ടുകാരും നന്നായി പഠിച്ച് എഴുതി പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. ഓക്കെ, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.